കർത്താവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് യെശയ്യാ പ്രവാചകൻ 25 അധ്യായം 1 വാക്യവും 41 അധ്യായം അതിൻ്റെ 10 വാക്യവുമാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കർത്താവെ, അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കർത്താവിൻ്റെ കരം, നാം എവിടെ പോയാലും അവിടെ എല്ലാം നമ്മുടെ കൂടായിരിക്കുന്ന കരം, നമ്മളെ താങ്ങി നടത്തുവാൻ, കൊണ്ടു നടത്തുവാൻ ശക്തിയുള്ള കരം. ഈ കരം, ഈ ഉറപ്പ് തരുന്ന ഈ ദൈവം, മറ്റാരും ഇങ്ങനൊരു ഉറപ്പ് തരുന്ന ഒരു ദൈവത്തെ ഞാൻ കാണുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗീയ പിതാവ് തരുന്ന ഈ ഉറപ്പിൽ നമ്മൾ ജീവിക്കുമെങ്കിൽ ആകാശവും ഭൂമിയും കടന്നു പോട്ടെ, എന്നാലും കർത്താവിൻ്റെ വചനം കടന്നു പോകത്തില്ല എന്ന ഉറപ്പോട് നമ്മൾ ഈ വചനത്തെ മുറുകി പിടിക്കുമെങ്കിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം നമ്മൾ ചോദിച്ചോ, കർത്താവ് അത് നമ്മുടെ മേൽ നിറവേറ്റിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയുള്ളവരായി നമുക്ക് നിൽക്കാം. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാം. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ദൈവസ്നേഹം മറ്റാരിലും കിട്ടാത്ത സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ഈ വചനങ്ങൾ നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും അതോടൊപ്പം ദൈവത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗവും സ്വർഗവും തുറന്ന് അനുഗ്രഹം വർഷിക്കുന്ന എൻ്റെ സ്വർഗീയ പച്ച, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെല്ലാം അങ്ങയുടെ ജനമാണല്ലോ. അങ്ങയെ വിശ്വസിക്കുകയും അങ്ങയുടെ കൂടെ നടക്കുകയും ചെയ്യുന്ന മക്കളുടെ മേൽ അങ്ങയുടെ ശക്തമായ കരം നീട്ടണമേ കർത്താവേ. ആ മക്കൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. വിശേഷാൽ എന്നോട് പ്രാർത്ഥന വിളിച്ചു ചോദിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അതോടൊപ്പം കർത്താവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ തക്ക വിധം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.